ബ്രെയിൻലെസ് മൂവീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൺഫ്യൂസിങ് മോഡ്സും അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസും അല്ലെങ്കിൽ എന്നാ പറയുന്നത് പെട്ടെന്ന് പറയുമ്പം ക്യാരക്ടർ ഡെപ്ത് ഫീൽ ചെയ്യാത്ത ഒരു കഥകളുടെയൊക്കെ ഒരു സോഴ്സ് വരാറുണ്ട് പലപ്പോഴും. ഈ ധനഞ്ജയ് ശങ്കറിൻ്റെ ഏറ്റവും പുതിയ സിനിമ ബബ്ബബ്ബ കാണുമ്പോഴും നമുക്ക് ഏതാണ്ടൊക്കെ ഈ ഒരു ഫീലിംഗ് ആണ്. ബ്രെയിൻലെസ് എന്നൊക്കെ ഒറ്റ വാക്കി പറയുമെങ്കിലും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ മോട്ടീവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് പ്ലോട്ടിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് ഒക്കെ കണക്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരോട് സംവേദിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് അത് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഭംഗിയിലായിരിക്കും അത് പ്രേക്ഷകരിലേക്ക് അത് കണക്ട് ചെയ്ത് വരിക എന്നുള്ളത്. പക്ഷേ ഈ ബബ്ബബയിൽ അത് ഒരു പൂർണ്ണമായി സാറ്റിസ്ഫാക്ഷൻ തന്ന രീതിയിലല്ല അതിൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ഫഹീം സഫറും നൂറിൻ ഷെരീഫുമാണ് തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ തന്നെ അഡീഷണലായിട്ട് സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും അതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ പൂർണ്ണമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന പോലെ കഥ നടന്ന സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ തന്നെ അതിനകത്ത് വളരെ ഹ്യൂമറസ് ആയിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചില ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കഥ ശരിക്കും വളരെ സിമ്പിളായിട്ട് പറയാവുന്നൊരു കഥ എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സി എം പോസ്റ്റിലുള്ള ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു കഥ. അതിന് ഉള്ള യഥാർത്ഥ കാരണം എന്ത്, ആ കാരണത്തിലേക്ക് വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ, അവരുടെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ എന്ത്, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അവസാനം ഒരു പർട്ടിക്കുലർ രീതിയിൽ ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമ. ഇപ്പം നമ്മുടെ മാഡ് വേൾഡിനകത്തൊക്കെ ഉള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ശൈലി. എന്നാലും ഈ ഹൈ ഡെസിബൽ സൗണ്ട്സുകളും അതുപോലെയുള്ള ഭയങ്കര വിഷ്വലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ശൈലിയും ഒക്കെ സിനിമ ഉടനീളം ഇവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രേക്ഷകർ അതിലേക്ക് ഈ കൺവിൻസ് ആകുന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഹ്യൂമറൊക്കെ ഉള്ള ദിലീപിൻ്റെ ഒരു പോർഷൻസൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കത് കുറച്ചും കൂടെയൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ കൺവിൻസ് ആകുന്നു. പിന്നെ ചില പഴയ കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കൃത്യമായിട്ട് ലോജിക്കൽ എററൊക്കെ ഇല്ലാത്ത രീതിയിൽ അവർ ഫിക്സ് ചെയ്യുന്നു. ആ രീതിയിലൊക്കെ അതിന് സിനിമ ഒരു പരിധിക്ക് മുകളിൽ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു 2-2.5 മണിക്കൂറുള്ള ഒരു സിനിമ പിടിച്ചു നിർത്താനുള്ള ഒരു ഹൈ വൗ ഫാക്ടറുകളൊന്നും സിനിമയിലില്ല. ഇപ്പം ദിലീപിൻ്റെ പ്രകടനം ആസ് യൂഷ്വൽ, ദിലീപ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്കിടയിൽ ദിലീപിൻ്റെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന ഡയലോഗ്സുകൾ പോലെയുള്ള സാധനങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം എന്തോരം പോലീസുകാരാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചില ഡയലോഗ്സുകൾ സ്വയം ഒരു ശൈലിക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. വിനീത് ശ്രീനിവാസൻ്റെ റോള് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കാര്യം വിനീത് ശ്രീനിവാസൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ പുള്ളിയുടെ ഒരു ഹെയർ പാറ്റേണും ഒക്കെ രസമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്ക്രീനിൽ വരുമ്പോൾ ഒരു ദിലീപുമായിട്ടൊക്കെ എതിരിടുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് അത്ര ഒരു ഭയങ്കര ഒരു വൗ ഫാക്ടർ അതിൽ നിന്ന് ലഭിക്കുന്നില്ല. പിന്നെ സിനിമയിൽ ഉടനീളം നമ്മൾ സെക്കൻഡ് ഹാഫിന് ശേഷം വരുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്. എക്സ്റ്റൻഡഡ് കമിയോ പോലെ ഉള്ളൊരു റോളാണ് ലാലേട്ടൻ്റെ. അപ്പോൾ ആ റോള് കുറച്ചും കൂടെ പ്രേക്ഷകരിലേക്ക് കുറച്ചും കൂടെ ഓളം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു റോളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭ്രാന്തമായ ഒരു കഥയിലേക്ക് ഭ്രാന്തമായ മറ്റ് കഥാപാത്രങ്ങളും കൂടെ വരുന്ന ഒരു ഭ്രാന്തമായ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ ലാലേട്ടൻ്റെ ഒരു എക്സ്റ്റൻഡഡ് കമിയോ ചില ഭാഗങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ റോൾ അവർ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ഭയങ്കരമായ സ്ക്രീൻ പ്ലേയിലെ മികവിൽ അല്ല ഈ ക്യാരക്ടേഴ്സിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. പക്ഷേ എന്നാലും ലാലേട്ടൻ്റെ കമിയോയ്ക്ക് കുറച്ചൊക്കെ ഭംഗി സിനിമയിൽ ഉടനീളം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുണ്ട് വിരിക്കുന്നത് തന്നെ ഒരു സീക്വൻസായിട്ട് അവരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങൾ, ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം, ധ്യാൻ ശ്രീനിവാസനെ തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇൻ്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ അവർ ഈ സിനിമയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അത് വലിയ ചിലത് തമാശയായിട്ട്, പ്രത്യേകിച്ച് ഫാമിലി പരമായിട്ട് അവരുടെ തന്നെ ഫാമിലിയെയൊക്കെ അവർ തന്നെ ട്രോളുന്ന രീതിയിലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ സെൽഫ് ട്രോളുകൾ സിനിമയിലുടനീളം പല രീതിയിൽ അവർ പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിലും ഒരു മാഷപ്പ് പോലെ ചെയ്തൊരു ഫൈറ്റ് സീക്വൻസ്, റിയാസ് ഖാനൊക്കെയുള്ള സാൻഡിയുള്ള ഒക്കെ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല. കാര്യം ഇപ്പം സോനാക്കി തുടങ്ങിയുള്ള പല ഗാനങ്ങൾ, ദിലീപിൻ്റെ തന്നെ ഗാനങ്ങൾ, പിന്നെ പഴയ ഗാനങ്ങളൊക്കെ വെച്ചൊരു മിക്സ് ചെയ്തൊരു വൈബ് കിട്ടുന്നൊരു പാറ്റേൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ ആർമയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഒരു ഭയങ്കര വ്യത്യസ്തതകളൊന്നുമല്ല, എന്നാലും ഇങ്ങനെയൊക്കെയുള്ള സിനിമയെ പിടിച്ചു നിർത്താവുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്.
ഗോപി സുന്ദറിൻ്റെ BGMs ഒക്കെ അത്യാവശ്യം സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഷാൻ റഹ്മാനാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ ചിത്ര പാടിയ സോങ് അത്യാവശ്യം സിനിമയിൽ കേൾക്കാനൊരു ഭയങ്കര ഫീൽ ഗുഡായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഗോകുലം ഗോപാലൻ പ്രൊഫഷനാണ്. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കൊപ്പം വൈബുണ്ടാക്കുന്ന ഒരു ഫീല് കണക്ട് ചെയ്ത് സിനിമയിൽ കിട്ടുന്നുണ്ട്. പിന്നീട് സിനിമയ്ക്ക് അടുത്തൊരു ഭാഗവും കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് സിനിമയെ അവർ കൺവിൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ മാഡ് ബാബായ്ക്ക് വീണ്ടും ഒരു പോർഷനും കൂടെ ഉണ്ടാവാം. ലാലേട്ടൻ തുടരും. ലാലേട്ടൻ്റെ കഥാപാത്രമൊക്കെ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നോ ലോജിക്കൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ രീതിയിൽ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമ എന്നേ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെക്കുറിച്ച് അവകാശപ്പെടാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ പ്രേക്ഷകരെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലേ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഡയറക്ടർ ധനഞ്ജയ് ശങ്കറിൻ്റെ ഈ ഒരു സിനിമയുടെ അറ്റംപ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. കാര്യം ഈ രീതിയിലുള്ളൊരു സിനിമ ഇങ്ങനെയുള്ള സിനിമ പ്രേക്ഷകർക്ക് കൊടുത്ത് പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു തവണ ഒന്ന് പരീക്ഷിക്കാവുന്ന ചിത്രമാണ് ബബ്ബ.